ഞാൻ ഷോളിട്ട് പുറത്ത് പോവാനല്ല. വറുത്ത് വെച്ചിരിക്കേ. പിന്നെ നല്ല ഹെയർ സ്റ്റൈൽ. നടക്കാൻ പോകുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിരിക്കുകയാണ്. പാരൻസൊക്കെ ഉള്ളത് കാരണം കുറച്ച് അധികം ഒന്ന് നീരാടി. ബേബീസൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മുടെ കുളിയും അമ്മമാരുടെ കുളിയും നനയൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഇവിടുത്തെ ഖത്തർ ഔട്ട്ലെറ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മേടിച്ചൊരു 23 റിയാൽ മാത്രം വരുന്ന ഒരു ബോഡി സ്പ്രേ അടിക്കുന്നുണ്ട്. നല്ല ഫ്രാഗ്രൻസ് ആണ്, ഗ്രേപ്സിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ അടിക്കലൊന്നും ഇല്ല, അങ്ങ് പെട്ടെന്ന് കുളിച്ച് നനച്ച് പെട്ടെന്ന് ഓടുന്നതാണ് എമ്രുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതുമൊക്കെ അടിച്ചു. പിന്നെ എമ്രുൻ ഞാൻ ഓൾറെഡി കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ വാക്കറിൽ നിന്ന് ബഹളം കാണിക്കുന്നുണ്ട്. സുന്ദരനായി എവിടെ പോകുന്നു? കള്ളച്ചിരി. ഹെയർ സ്റ്റൈൽ കൊള്ളാലോ, നല്ല ഹെയർ സ്റ്റൈൽ. എന്താണ് സുന്ദരനാ? അവിടെ എവിടെ പോണ്? റൂമിൽ പോണ? അങ്ങനെ അധികം വാക്കറിൽ ഞാൻ നിർത്താറില്ല. ഇപ്പം എല്ലാവരും ഉള്ളത് കാരണം ശ്രദ്ധിക്കാൻ എല്ലാ ആൾക്കാരുണ്ടല്ലോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവനെ വാക്കറിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചൺ ഡോർ തുറന്ന് അപ്പോൾ അവൻ അങ്ങ് കിച്ചണിലോട്ട് ഓടും. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അവൻ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഉമ്മ നിൽപ്പുണ്ട്, എന്തൊക്കെയോ ഉമ്മ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്, ഫുഡൊക്കെ വെക്കുന്നുണ്ട്. അത് നമുക്ക് ഞാൻ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ അതാ കിച്ചണിലോട്ട് എത്തിപ്പിടിച്ച് പോവുകയാണ്. നമ്മൾ സാധാരണ ഡോർ അടച്ചിട്ടിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. വറുത്ത് വെച്ചിരിക്കേ. പിന്നെന്താ ഇത് ഞാൻ ഇടുവേ ഉമ്മച്ചി. എന്തോന്ന് ഇത്? മുളക് പൊടിയാ? മല്ലിപ്പൊടി, നല്ല മുളക്, പെരിഞ്ചീരകം, മുളക് പൊടിയാ? നല്ല മുളക്, പെരിഞ്ചീരകം, മുളക് പൊടി ഇട്ട് വറുത്ത് വെച്ചിരിക്കും. സുലേഹമതി. ഉമ്മ ഇവിടെ മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്, തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ ചോറ് ആദ്യമേ ഉമ്മ കുക്കറിലാക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇരുന്ന് റെഡിയാവുമല്ലോ, കുക്കറിലിരുന്ന് പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ ഞാനിതാ ഹോളിൽ വന്നപ്പം വാപ്പ ഇവിടെ സുഖിച്ച് കിടപ്പുണ്ട്. നാട്ടിൽ നിന്നൊക്കെ വന്ന് ഖത്തറിൽ വരുമ്പോഴാണ് ഇടയ്ക്ക് എൻ്റെ വാപ്പ റെസ്റ്റ് എടുക്കുന്നത്. നാട്ടിലാണെങ്കിൽ റെസ്റ്റ് ഒന്നും എടുക്കില്ല. അങ്ങനെ എമ്രു അവിടെ കിടന്ന് കളിച്ച് തളർന്നതാ ഞാൻ അവനെ എങ്ങനെയൊക്കെയോ ഉറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ കിച്ചണിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഉമ്മ ദാ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുളിയും മുളകും കറിയാണ് കേട്ടോ. എൻ്റെ ഉമ്മ വയ്ക്കുന്ന രീതിയാണ്. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി ഒമാൻ മത്തിയും അതുപോലെ തന്നെ അയലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇന്ന് പുളിയും മുളക് വയ്ക്കുകയാണ്. അപ്പോൾ ഉമ്മ വയ്ക്കുന്ന പുളിയും മുളകിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് കുരുമുളക് പൊടി, പെരിഞ്ചീരക പൊടി, മുളക് പൊടി ഇത് മൂന്നും ഇട്ട് പിന്നെ പുളിയും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇനി ഇതിലോട്ട് മീൻ ഇട്ടാൽ മതി. മീൻ മാത്രം ഇട്ടങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അടിപൊളി കറി റെഡിയാവും. പിന്നെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. ഉറക്കം എഴുന്നേറ്റ് ഈ റൂമിൽ പരിപാടി. ഈ റൂമിൽ എന്താണ് പരിപാടി ഇന്ന്? വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഉമ്മ ഇതാ മസാല പുരട്ടുന്നുണ്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മത്തിയും അതുപോലെ കുറച്ച് അയലയുടെ തലയൊക്കെ ഉണ്ട്. പാപ്പ പറഞ്ഞു എനിക്ക് തല വേണം, ഫ്രൈ ചെയ്തതാ ഞാൻ കഴിക്കാം. അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആണ്. ഒരേ പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കി മസാല പുരട്ടുന്നത് വേറെ ഒന്നുമല്ല. ഇവിടുത്തെ ഒമാൻ മത്തിയില്ല, നിങ്ങൾക്കറിയാം ഒമാനിലെ മത്തിയിൽ എല്ലാം നല്ല ഉപ്പാണ്, നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാൻ ഉമ്മയുടെ പറഞ്ഞു കൊടുത്ത് ഉപ്പൊന്നും ഇടണ്ട, ഇതിൽ ഓൾറെഡി ഉപ്പ് കാണുമെന്ന്. അതുകൊണ്ട് ഉമ്മ സെപ്പറേറ്റ് രണ്ടും തിരിച്ചാണ് മസാല പുരട്ടുന്നത്. മസാലയിൽ വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടി, നമ്മളിടുന്ന മുളക് പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, ഇത്രയും മാത്രം ഇട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാറുള്ളത്. ഞാൻ ഫ്രൈ ചെയ്യുന്നതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കും കേട്ടോ. ഒന്നെങ്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ തല്ലിയായാലും ഞാൻ അതിലിടും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഫിഷ് ചിലർക്ക് നല്ല മൊരിഞ്ഞ് ഫിഷ് അങ്ങനെയാണ് കഴിക്കുന്നത്, ക്രിസ്പി ആയിട്ടിരിക്കണം. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണേ. വന്നിട്ടുണ്ട് ഉറക്കെ കഴിഞ്ഞിട്ട് അടുക്കള ചിരിക്കുന്നു. ഞാൻ ഷോളിട്ട് പുറത്ത് പോവാനല്ല ഉമ്മ, ഞാൻ ഷോളിട്ടല്ല വീഡിയോ എടുക്കാനേ. അതുകൊണ്ട് എന്നെ നോക്കി ചിരിക്കണേ. അവന്റെ വിചാരം പുറത്ത് പോണെന്നാണ് വിചാരം കേട്ടാ. വീഡിയോ എടുക്കണോണ്ട് അവൻ അങ്ങനെയാണ്. ഞാൻ ഷോളിട്ട അപ്പൊ ചിരിക്കേ, പുറത്ത് പോകുന്നെന്നും പറഞ്ഞ്. ഞാനൊന്ന് വെറുതെ തലയിൽ ഷോളിട്ടാൽ മതി, അവനപ്പോൾ ചിരിക്കും. അവൻ്റെ വിചാരം ഞാനെന്താ പുറത്ത് പോകുന്നു. അവനെ കൊണ്ട് അവൻ്റെ ചിരി നിങ്ങൾ കണ്ടില്ലേ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എമ്രുവിനെ ഇവിടെ ചെയറിലിരുത്തിയിട്ട് അവന് കുറച്ച് പഴം കൊടുക്കുകയാണ്. അപ്പോൾ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിൽ അവന് ഇന്ന് ഇപ്പോൾ നേരത്തെ എഴുന്നേക്കും. പാരൻസൊക്കെ ഉള്ളത് കാരണം അവന് ഉറക്കമൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റിരിക്കും കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ ആൾ എഴുന്നേക്കും. അപ്പോൾ പിന്നെ വിശക്കുമല്ലോ. രാവിലെ തന്നെ നേരത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ പഴം കൊടുക്കും കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞി പഴം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയറിൽ. ഇതാ ഇരിക്കുന്ന കണ്ടില്ലേ, ഇരിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ ബെൽറ്റ് ഇട്ടില്ലായിരുന്നു. ബെൽറ്റ് ഇടാത്ത കൊണ്ടാണ് ഇവനിങ്ങനെ കുറച്ചും കൂടെ ഇടഞ്ഞിഴഞ്ഞ് താഴോട്ട് വരുന്നത്. സാധാരണ ഞാൻ ബെൽറ്റ് ഇടും. ഇന്ന് ഞാൻ ബെൽറ്റ് ഇടാൻ വേണ്ടി വിട്ടുപോയി. അങ്ങനെ പിടിച്ചങ്ങ് ഇരുത്തി സത്യം പറഞ്ഞാൽ. അപ്പോൾ അവന് കുറച്ച് ബനാനയൊക്കെ കൊടുത്തോടെ. ഇനി എനിക്ക് കിച്ചണിലോട്ട് പോകണം. അവിടുത്തെ കറി എന്തായെന്ന് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതാ കിച്ചണിലെത്തി ഞാൻ തുറന്ന് നോക്കിയാണ്, അടുപ്പ് തുറന്ന് നോക്കുന്നുണ്ട് കറി എന്തായെന്ന്. കറി നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അയല മീൻ. തക്കാളി ഇടണം കേട്ടോ, ഞാൻ പറയാൻ മറന്നു. തക്കാളിയും കൂടി ഇടണം, കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ തക്കാളിയും കൂടി ഇടണേ ഈ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ചോറ് വേറൊരു പാത്രത്തിലോട്ട് വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ പോയി വേറൊരു പാത്രത്തിലോട്ട് തട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ എമ്രു അവൻ്റെ വാപ്പുപ്പാരെ കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല ഗൈസ്, ഈ ബോട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ഇത് ഞാൻ ഡെയ്സോന്ന് ഇവിടെ ജപ്പാൻ കടയിൽ നിന്ന് മേടിച്ച, ജപ്പാൻ സ്റ്റോറുണ്ട് എൽക്കോർ മാളിൽ കേട്ടോ, എല്ലാ മാളിലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചൊരു ക്യൂട്ട് ബോട്ടിലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറും 12 റിയാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയി നോക്കിയോ, ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട്. പപ്പടവും അതുപോലെ തന്നെ മീനും ഒക്കെ പൊരിക്കാം. പപ്പടം പൊരിച്ചതിന് ശേഷം മീൻ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം മീനും പൊരിച്ചു, മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അയലയുടെ തല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ആ തലയും പൊരിച്ചു കേട്ടോ. അപ്പോൾ എമ്രുവും ഇവിടെ ഉപ്പാമാരും വാപ്പമ്മയും എല്ലാവരും കൂടെ എന്തോ ഒരു സമ്മേളനത്തിലാണ്. വാപ്പമ്മ അവനെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ അവൻ പോവില്ല കേട്ടോ. നോക്കണം വരൂലാണ്. എൻ്റെ വാപ്പാടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, വാപ്പ പുറത്തൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് വാപ്പാടെ അടുത്ത് എപ്പോഴും കയറിയിരിക്കുള്ളൂ അവൻ. അപ്പം ഈ ഗ്യാപ്പിൽ ഞാനാണെങ്കിൽ ഗ്രീക്ക് യോഗട്ട് ബ്ലൂബെറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ലഞ്ചിന് മുന്നേ ഒരു 11 മണിയൊക്കെ ആകുമ്പം സാധാരണ ഞാൻ കഴിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് ഗ്രീക്ക് യോഗട്ടും ബ്ലൂബെറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ പേരാണ് കേട്ടോ റിസ്വാന. അപ്പം ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ അനിയത്തിയെ പോലെ ഇരിക്കും. അതുകൊണ്ട് റിസ്വാന എന്ന് വിളിക്കും കേട്ടോ, ചുമ്മാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോൾ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറയണം റിസ്വാന. അപ്പോൾ ഇനി എമ്രുവിനുള്ള ലഞ്ച് കൊടുക്കാൻ വേണ്ടി പോവേണം. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ. അപ്പം ലഞ്ചിൻ്റെയൊക്കെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എടുക്കാൻ പറ്റാത്ത വേറെ ഒന്നുമില്ല, അവനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഗൈസ്. ഞാൻ സാധാരണ നമ്മൾ സെപ്പറേറ്റാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇപ്പോൾ അവന് മനസ്സിലായി ടേസ്റ്റുള്ള വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഈ ലോകത്തുണ്ട്, നമ്മളതൊക്കെയാണ് കഴിക്കുന്നത് എന്നെല്ലാം മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ അവന് ഭയങ്കര മടിയാണ് അവൻ്റെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യമില്ല, 1 വയസ്സായാൽ പിന്നെ നമുക്കെല്ലാം കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് അവനും കൊടുക്കാറ്. പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാറില്ല. രാവിലെ ആണെങ്കിൽ ദോശ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീനൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ മത്തി അവന് കറിയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്തി എടുത്തിട്ട് ഫിഷ് മാത്രം എടുത്ത് ചോറിലിട്ട് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അവൻ കഴിക്കും കേട്ടോ. അപ്പം ഈ കറിയുടെ ആ ഒരു ഫ്ലേവർ അതിൽ വരുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവന് ലഞ്ചൊക്കെ കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ചോറും വേറെ വെജിറ്റബിൾസ് ഒന്നും വച്ചില്ല. ലഞ്ചിന് വെറും കറിയും അതുപോലെ തന്നെ ഇപ്പം പപ്പടമൊക്കെ ഉണ്ടല്ലോ, ആ ചോറ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം വാപ്പുമ്മക്ക് കൊടുത്തു. എന്ത് പറയാനാണ് ഗൈസ്, വീട്ടിൽ 3 ഫുഡീസാണുള്ളത്. അതിനും ഒന്ന് എമ്രുവും ഒന്ന് വാപ്പുമ്മയുമാണ്. നമ്മൾ 3 പേരും ഫുഡീസാണ് കേട്ടോ. അപ്പം നമ്മൾ 3 പേരും ആദ്യമേ കഴിക്കും. ഞാനും കണക്ക് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മയുടെ പുളിമുളക് കഴിച്ചിട്ട് കുറേ നാളായി. നാട്ടിൽ വെച്ചാണ് കഴിക്കുന്നത്. സാധാരണ നമ്മളിവിടെ ഫിഷ് അങ്ങനെ അധികം മേടിക്കാറില്ല. ഞാൻ കൊതി വരുമ്പോൾ മാസത്തിലൊരിക്കൽ അങ്ങനെയാണ് പോയി ഫിഷ് മേടിക്കാറ്. അല്ലെങ്കിൽ ഇവിടെ എന്താണ് വെജിറ്റബിൾ തന്നെയാണ്. പിന്നെ നമ്മൾ വീക്ക്ലി വൺസ് ചിക്കൻ മേടിക്കും. അപ്പോൾ ചിക്കൻ കഴിക്കും കേട്ടോ. എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇപ്പോൾ ഫ്രൈഡേ വീക്കെൻഡ് ആകുമ്പോൾ ഫ്രൈഡേ നെച്ചോറും ചിക്കൻ കറിയൊക്കെ വയ്ക്കും. അപ്പോൾ ഫിഷ് ഇല്ലാത്ത കാരണം ചിക്കൻ കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ചിക്കൻ എപ്പോഴും മേടിക്കും. പിന്നെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നിയാൽ ചിക്കൻ മേടിക്കും. ലുലുന്നാണ് നമ്മൾ സാധാരണ ചിക്കൻ മേടിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഫ്രഷ് ചിക്കൻ ഇതുവരെ ഞാൻ ഫ്രഷ് ചിക്കൻ മേടിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. ഫ്രഷ് ചിക്കൻ മേടിച്ച് ട്രൈ ചെയ്യണം. ഹസ്ബൻഡ് പറഞ്ഞു മേടിക്കാമെന്ന്. ഇതിന് നമ്മൾ മേടിച്ചില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മായും വാപ്പായും പിന്നെ വാപ്പുപ്പായും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലത്തെ തലേന്നുള്ള രസമാണ്. അപ്പോൾ അത് ഉമ്മായും വാപ്പായും കൂട്ടിയാണ്. എൻ്റെ ഉമ്മായും വാപ്പായും
ഇരുന്ന് രസവും കൂടെ ഒഴിച്ച് അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോവാണ്. സാധാരണ ഇവിടെ എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെയാണ് തുണി വിരിക്കാറുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വാപ്പ വന്നുകൊണ്ട് വാപ്പ ടെറസിലൊക്കെ പോയിട്ട് ഒരു ചെറിയ തണുപ്പ് വെയിലൊക്കെ പോയല്ലോ, ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അകത്തിടുമ്പോൾ ഭയങ്കര ഒരു ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാപ്പ ഇവിടെ മുകളിൽ ചെന്ന് എല്ലാം നോക്കി ഒരു അയയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൽ വാപ്പ ഉള്ളത് കാരണം വാപ്പ തന്നെയാണ് തുണിയൊക്കെ വിരിക്കുന്നതും കഴുകുന്നതും തിരിച്ച് കൊണ്ടുവന്ന് മടക്കിയൊക്കെ വെച്ച് തരുന്നത്. എന്തൊരു സുഖ ജീവിതം ഇപ്പോൾ. മറ്റേതെല്ലാം ഞാൻ ചെയ്യണം. അല്ല, ഞാൻ ചെയ്യണമെന്നല്ല, തുണിയിടൽ മാത്രമേ എൻ്റെ പണിയുള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ ഡെയിലി മൈ ലൈഫിൽ പറഞ്ഞിരുന്നു മടക്കുന്നതും വിരിക്കുന്നതും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എന്ത് പറയാൻ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് വീട്ടിൽ. ഇപ്പോൾ എമ്മുറിനെ മാത്രം നോക്കിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടെറസിൽ കയറി നിന്ന് ഖത്തറിൻ്റെ വ്യൂ, ഖത്തറിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അൽക്കോറിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഞാൻ പിന്നെ വീഡിയോ എടുത്തു, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അങ്ങനെ എമ്മുറിനെ കൂട്ടിയാണ് കേട്ടോ ഞാൻ തുണി എടുക്കാൻ വന്നത്. അവനെ എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ ഇതൊരു പുറത്ത് കൊണ്ടുവന്നത് പോലെ ആവും. അങ്ങനെ നമ്മൾ തുണിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും അതാ പുറത്ത് പോകാൻ പോവുകയാണ്. അപ്പം ഉപ്പതാ അവന് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ്, ഷൂ ഒക്കെ ഇടാൻ വേണ്ടി ഇരിക്കൂല അവന്. പെട്ടെന്ന് പിന്നെ റെഡിയാക്കി നേരത്തെ പിന്നെ പെട്ടെന്ന് പോകണം. ഉമ്മയാണെങ്കിൽ പർദ്ദ ഇട്ടപ്പോൾ ഉമ്മയുടെ അടുത്ത് ചാടി പോകുന്നുണ്ടാ. പർദ്ദ ഇട്ട അവന് മനസ്സിലാവും ഉമ്മ എന്തോ പുറത്ത് പോവുകയാണെന്നുള്ളത്. അവന് മനസ്സിലാവുമ്പോൾ ഉടനെ ചാടിപ്പോകും. ആര് പുറത്ത് പോകണം അവരെ കൂടെ പോകും കേട്ടോ. ഞാനൊന്നും വേണ്ട, എന്നെ വേണ്ട. എന്നെ ഉറക്കം വരുമ്പോഴും വിശക്കുമ്പോഴും എൻ്റെ അടുത്ത് വരും. അതല്ല എങ്കിൽ അവൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോയാൽ മതി കേട്ടോ. അതാണ് നമ്മുടെ എമ്രു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ഉമ്മയും വാപ്പയോടാണ് നമ്മൾ എന്തെങ്കിലും ആഫ്റ്റർനൂണൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, ലഞ്ച് കഴിച്ചതിന് ശേഷം എമ്മുറും നമ്മൾ 4 പേരായിട്ട് നടക്കാൻ പോകും കേട്ടോ. ഒരു 1.5-2 മണിക്കൂറൊക്കെ നടക്കും. നടന്നാണ് പോകുന്നത്. കാരണം റീക്ക ഇല്ലല്ലോ, റീക്ക ഓഫീസിൽ പോകും. മറ്റേ നമ്മൾ റീക്കയുടെ കൂടെയാണ് കാറിൽ എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഉമ്മാക്ക് ഒരു വാക്കിംഗ് ആവുമല്ലോ. ഉമ്മ സാധാരണ നാട്ടിൽ വാക്കിംഗ് ഒക്കെ പോകുന്ന ആളാണ്. അപ്പോൾ എമ്രു ഫസ്റ്റ് റെഡിയാണ്. അവന് സ്ട്രോളർ ഇരുത്തണ്ട, എടുത്താൽ മതി. അവന് മനസ്സിലാവും നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. സാധാരണ ഫസ്റ്റ് ഡേ നമ്മൾ എവിടെ പോയി, അൽക്കോർ മാളിൽ പോയി. പിന്നെ ഇന്നലെ ചുമ്മാ ഇവിടെയൊക്കെ കറങ്ങി. ഇന്നലെ പാർക്കിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നലെയെന്ന് ഞാൻ പറഞ്ഞത്, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ എന്ന് പറയുന്നത്. ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇതാ വാക്കിങ്ങിന് പോവുകയാണ്. ഇന്ന് ചുമ്മാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വഴിയൊന്നും പറഞ്ഞിട്ട് കേട്ടോ. വാപ്പയാണെങ്കിൽ വന്നിട്ട് ഒരാഴ്ച ആയോളൂ, എല്ലാ വഴിയും നോക്കി വെച്ചിട്ടുണ്ട്. ഒരേ നടത്തം തന്നെ ഗൈസ്, വേറെ ഒന്നുമില്ല. പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമസ്കരിക്കാൻ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് വരും. എന്നിട്ട് വീണ്ടും അടുത്ത് നമ്മളവിടെ കറങ്ങാൻ വരും. കറങ്ങൽ തന്നെയാണ് പണി, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. മറ്റേത് നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ നടന്നു പോവുകയാണ്. നടക്കാൻ പോകുന്നു മച്ചി. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ ഇന്ന് പുറകു വഴി പോകാമെന്ന് വിചാരിച്ചു. പോകുന്നത് ബീച്ചിലോട്ട്. ഞാൻ പറഞ്ഞു ബീച്ചിൽ പോകാൻ. ബീച്ചിൽ പോകേണ്ട, നമുക്കിങ്ങനെ ചുമ്മാ നടക്കാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ഈ ചെരുപ്പാണ് ഇട്ടത്. ഇതെനിക്ക് എൻ്റെ ഇത്ത മേടിച്ചെന്ന ചെരുപ്പാണ്. ഇന്നലെയല്ല മെനങ്ങാന്ന് നമ്മൾ നടക്കാൻ പോയപ്പോൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്, അൽക്കോറിലെ ഫിഷ് മാർക്കറ്റ് വരെ നടന്നു കേട്ടോ. നല്ല ദൂരമുണ്ട് നടന്ന്. നമ്മളെല്ലാവരും കാര്യം പറഞ്ഞ് പോകുമ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കാല് മുറിഞ്ഞിരുന്നു ഈ ചെരുപ്പിട്ടിട്ട്. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ഇന്നും ആ ചെരുപ്പെടുത്തിട്ട് കുറച്ച് ദൂരം നടന്നപ്പം എൻ്റെ കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ഒരു സോക്സ് ഇട്ടത് കാരണം ഉമ്മ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചപ്പൽ മാറ്റിയിടാമെന്നും പറഞ്ഞു. ഉമ്മയുടെ ചെരുപ്പ് ഞാനിട്ടു, എൻ്റെ ഈ ചെരുപ്പ് ഉമ്മ ഇട്ട് നടന്നു. എൻ്റെ കാല് ബിഗ് ടു മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ പാർക്കിലെത്തിയിട്ടുണ്ട്. അടിപൊളി പാർക്ക്. ഞാൻ ഈ പാർക്കിൽ വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കിൽ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പാപ്പയോട് പറഞ്ഞു നമുക്ക് ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരത്തിൻ്റെ ഇവിടെ നിന്നപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ. അങ്ങനെ ഞാനിവിടെ ഉമ്മായും വാപ്പയും എമ്രൂനെയൊക്കെ ഇരുത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അതാണ് ഞാൻ എൻ്റെ തംബ്നെയിലിൽ കൊടുത്തിരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അവന് കുറച്ച് നേരം നടന്ന് വന്നല്ലേ. ഇപ്പം നമ്മൾ നടന്നൊരു 1/2 മണിക്കൂർ 1 മണിക്കൂറായി കേട്ടോ നടന്നെത്തിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് അവന് വെള്ളമൊക്കെ കൊടുക്കണമല്ലോ, വെള്ളം തായ്ക്കുമല്ലോ. ഞാനും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, അവനും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചുമ്മാ സൂക്കിലോട്ട് കറങ്ങി കേട്ടോ. ഇവിടെ അടുത്ത് സൂക്കുണ്ട്. അപ്പോൾ അതുവഴി കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് പാലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ. അപ്പോൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പാലൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. നമ്മളെപ്പോഴും ആഫ്റ്റർനൂൺ ആയിരിക്കും നടക്കാൻ വരുന്നത്. കാരണം ഇവിടെ ഇപ്പം ഈവനിങ് എന്ന് പറയുമ്പോൾ 4:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടൂല, ഈ ഒരു ഡേ ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളൊരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ, അല്ല 2 മണിയാകുമ്പോൾ തന്നെ നല്ല ചൂട്, വെയിലൊന്നും ഇപ്പോൾ ഇല്ല. വിൻ്റർ സ്റ്റാർട്ട് ആവുന്ന കാരണമേ, അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ അടിപൊളിയായത് കാരണം നമുക്ക് ഇറങ്ങി നടക്കാം.
സൂര്യനുണ്ടെങ്കിലും അത്ര വെയിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് എമ്രൂനെ കൊണ്ടുവരുന്നത്. മറ്റത് ഭയങ്കര വെയിലായിരിക്കും, നമുക്കാണെങ്കിൽ ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല സമ്മർ ടൈമിൽ. അങ്ങനെ ഇവിടെ പാർക്കൊക്കെ ചുറ്റി കറങ്ങി. പിന്നെ ഈ മരത്തിൻ്റെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താൽ കേട്ടോ. പിന്നെ ഗൈസ്, എൻ്റെ ഈ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കോമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം, എങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാം. പിന്നെ വാപ്പായും ഉമ്മയൊക്കെ ഉള്ളത് കാരണം നല്ല രസമുണ്ട് ഇവിടെ. മറ്റേത് ഒറ്റയ്ക്കാണല്ലോ. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും എമ്രോ മാത്രമല്ല. എമ്രോ ഭയങ്കര ഹാപ്പിയാണ് പുറത്തൊക്കെ കറങ്ങാൻ പോകണോണ്ടേ. ഇതിപ്പോൾ സൂക്കെത്തി കേട്ടോ. ഇവിടെ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ അത് അപ്പുറത്ത് അപ്പോൾ എമ്രൂന് കുറച്ച് നേരം അതൊക്കെ കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഡേ ഇൻ മൈ ലൈഫും വേറെ ട്രാവൽ വ്ളോഗ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോളൂ. ഞാൻ വേഗം വരും കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.